ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട് വ്ളോഗാണ്. അപ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എടുത്തിരുന്നു. ഞാൻ കംപ്ലീറ്റ് വീഡിയോ എടുക്കണം വിചാരിച്ചിട്ടാണ്, ഷോർട്സും എടുക്കുക ലോങ്ങും എടുക്കലോ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് തന്നെ. പക്ഷേ എനിക്കതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ബർത്ത്ഡേൻ്റെ കുറച്ച് മുന്നേ ഭയങ്കര പ്ലാനിങ്ങിനും അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണമൊക്കെ. പക്ഷേ ബർത്ത്ഡേ എടുത്തപ്പോൾ തീരെ സമയവും ഇല്ല. 4-ാം തീയതി ബർത്ത്ഡേ നമ്മൾ 2-ാം തീയതി ഡ്രസ്സ് എടുക്കാനാണ് പോണത്. 4-ാം തീയതി ആണെങ്കിൽ വേറെയും പരിപാടി. ഇപ്പോൾ ഫുൾ അൽക്കുലത്തായിട്ട് കൊളാവും വിചാരിച്ചിട്ട് അൽഹംദുലില്ലാ റാത്തായിട്ടൊക്കെ കഴിഞ്ഞിരിക്കണം. പക്ഷെ വലിയ ഗ്രാൻഡായിട്ടൊന്നും നമ്മൾ നടത്താൻ വിചാരിച്ചിട്ടില്ല. നമ്മളെ ഫാമിലി, എൻ്റെ ഫാമിലി ഇക്കാൻ്റെ ഫാമിലി മാത്രമാണ് വിചാരിച്ചത്. പക്ഷേ ഇക്കാൻ്റെ ഫാമിലിയിൽ അങ്ങനെ ആർക്കും വരാൻ പറ്റിയിട്ടില്ല, നമുക്കൊന്നും വരാൻ പറ്റിയില്ല. അന്നാണെങ്കിൽ അവിടെ വേറെയും പരിപാടി നിശ്ചയമൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ പോണത് ഇപ്പം കോയിൻകോലൊക്കെ പോണത്. ഞാൻ ബ്ലാക്ക് തീമിന് വിചാരിച്ചത്. നമ്മളെന്തെങ്കിലും കളർ തീരുമാനിച്ച് പോയിട്ടുണ്ടെങ്കിൽ പക്ഷെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ സാധനം ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അത് പോകുമ്പോഴുള്ള കളികളൊക്കെ കാണുന്നത്. എനിക്ക് വെറുതെ ഞാൻ ഷോക്സ് ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ ഊരി ഇപ്പം 3-4 ഷോപ്പിലൊക്കെ കയറി. പക്ഷെ എനിക്ക് പാർട്ടി വെയറൊക്കെ ഒരു കൊണ്ടുവയ്ക്കാൻ അങ്ങനെ കൊണ്ടുവയ്ക്കൂലല്ലോ. അപ്പോൾ നമുക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ പിന്നെ അത് അവിടെ നിന്നൊക്കെ ഇറങ്ങി സ്റ്റിച്ച് ചെയ്യാതിരിച്ച്. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഞാൻ ഷോപ്പിൽ കയറി വെക്കല്ലോ. അവിടെ പോയപ്പോൾ അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടതില്ല. അങ്ങനെ ഇതാ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നോക്കാൻ വിചാരിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ആകെ താളം തെറ്റി. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലൊക്കെ തന്നെ പോയായിരിച്ചു. മോനിക്കൊക്കെ കരിച്ചിട്ടും മിരിച്ചിലൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ഡേ. അത് വെച്ചാൽ ബർത്ത്ഡേൻ്റെ തലേന്നാണ് പോണത് കിട്ടും. അന്ന് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് എടുത്തു വരല്ലോ. അപ്പോൾ മറ്റാൾ ഇതാ ബാക്കിൽ നിന്നൊക്കെ ഡാൻസൊക്കെ കളിക്കുകയാണ്. അപ്പോൾ എനിക്കിതാ ബ്ലാക്ക്, എനിക്ക് ബ്ലാക്ക് ചുരിദാർ, ഫുൾ നമ്മൾ ബ്ലാക്കാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് കയറി ഷോപ്പിൽ തന്നെ എടുത്ത്. അവിടെ നമ്മൾ തലേന്ന് നോക്കി വെച്ചിരുന്നു. അവിടെ തന്നെ എടുത്ത്. പിന്നെ നമുക്ക് ഏത് കിട്ടിയാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഹണിക്കേക്ക് പോയിട്ട് കേക്കും എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ മറ്റാളിതാ തമ്മിലൊക്കെ പിടിച്ച് കയറി നിൽക്കുന്നുണ്ട്. എത്ര പെട്ടെന്നല്ലേ കുട്ടിയൊക്കെ ഒരു വയസ്സാവണത്. കുറച്ച് ആയ പോലെ പെട്ടെന്ന് കൊല്ലങ്ങളൊക്കെ എന്തൊരു പോക്കാണ് പോണത്. അങ്ങനത്തെ അവിടെ നിന്ന് ഇതൊക്കെ കഴിച്ച് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹണിക്കേക്ക് കയറുന്നത്. അപ്പോൾ പിന്നെ കയറി നമുക്കൊന്ന് കയറല്ലോ. അങ്ങനെ അതൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലെത്തിയിട്ട് പിന്നത്തെ പരിപാടി റിട്ടേൺ ഗിഫ്റ്റ് ഉണ്ടാക്കലാണ്. അപ്പോൾ ഇന്നത്തെ ബോക്സും പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാനൊരു ചെറിയൊരു ഗ്രാഫ്റ്റർ ആയതുകൊണ്ട് ഇതൊന്നും ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് തന്നെ ഉണ്ടാക്കല്ലോ. അപ്പോൾ നമ്മൾ രണ്ടാളും പാടി ഞാനും അനിയത്തിയൊക്കെ ഇരുന്ന് ഫുൾ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം രാവിലെയാണ് മിഠായിയൊക്കെ ഫില്ല് ചെയ്യാതിരിച്ചത്. അപ്പോഴാണ് മിഠായി എത്തിയത്. ബർത്ത്ഡേ ഉണ്ട് അന്നാണ് നമ്മൾ മിഠായിയൊക്കെ ബോക്സ് സെറ്റാക്കുന്നത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അത് തിരക്കല്ലേ. പിന്നെ ഇക്കൻ്റെ വീട്ടിൽ പോയി അവിടുത്തെ പരിപാടി അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബർത്ത്ഡേക്ക് പോണത്. അതിന് 9 മണിയൊക്കെ ആയിരിക്കും. പിന്നെ അവിടെ നിന്ന് വെൽക്കം. പിന്നെ കേക്ക് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുന്ന് പിന്നെ നഗറ്റ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആണല്ലോ ഉണ്ടാവല്ലോ. അതൊക്കെ കഴിച്ചതിന് ശേഷം സൂഫി മന്തി പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ച്. നമ്മൾ ഓർഡർ ചെയ്തതുകൊണ്ട് അവിടെ കിട്ടി. അവിടെ എത്തുമ്പോൾ നല്ല ലേറ്റ് ആയിരിക്കും. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചതിന് വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു 11:45 അങ്ങനെ കഴിക്കണം. പിന്നെ അത് ഞാൻ നല്ലോണം വീഡിയോ എടുക്കാനൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കണമെന്ന് നടക്കണമെന്ന് പിന്നെ വീഡിയോ ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും എടുത്ത വീഡിയോസിൻ്റെ ഒരു ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കിയിട്ടല്ലോ വിചാരിച്ചു. അപ്പോൾ ഇത്രയോട് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.